നമുക്കിന്നൊരു ക്രിസ്പിയായ നല്ല അടിപൊളി ഒരു സ്നാക്ക് കഴിച്ചാലോ? വെജിറ്റബിൾസ് മാത്രം ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഈസി റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഇതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഒരു തക്കാളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മളിവിടെ ഒരു 6 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്താണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഇതിലേക്കൊന്ന് ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രം എടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലത് മുറിച്ചെടുക്കാം. ഞാനിത് ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. തണുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1.5 കപ്പ് കോൺഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സിയിലൊന്നും പൊടിക്കുന്നില്ല, കൈകൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇവിടെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്റർ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലോക്സ് എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് കോൺഫ്ലെക്സിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇങ്ങനെ എല്ലാ പീസസും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലോക്സ് എടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവർ ഫ്രൈ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ബ്ലോക്സ്. നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ടേസ്റ്റാണ്, ഫില്ലിംഗ് ഒക്കെ. അപ്പോൾ ഒരു ഈസി സ്നാക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ്, ഗ്രീൻ പീസ്, അങ്ങനെ ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഈസി ആക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.